ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗോനയാണെങ്കിൽ ഗോങ്യോങ്ങിൻ്റെ അമ്മമാരെ വിളിക്കുന്നതും നമുക്കൊന്ന് മീറ്റ് ചെയ്യണ്ടേ, ഒരുമിച്ച് ഫുഡ് കഴിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ മിസ് ചോയ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മീറ്റ് ചെയ്യാലോ എന്നൊക്കെ പറയുന്ന അമ്മമാരോട് അത് കൊള്ളാം, മരുമകളാകാൻ പോകുന്ന ആളെന്നെ മിസ് ചോയ് എന്നൊക്കെയാണോ വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടേ മോളെ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേര് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതും ഇവർക്കങ്ങ് സന്തോഷമാകുന്നുണ്ട്. മോളെ കയ്യിലാ പൊള്ളല്, അത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന അമ്മമാരാണെങ്കിൽ അല്ല മോളെ ഒരുപാട് ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ടോ, അവന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല ആസ്ട്രോണൻസിന് നടത്തുന്ന ചെക്കപ്പൊക്കെ തന്നെയാണ്, ഈ ഗ്രാവിറ്റി ആയിട്ട് അവർ പൊരുത്തപ്പെട്ടു പോകേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നതും അമ്മമാരാണെങ്കിൽ നമ്മൾ കുറേ സംസാരിച്ചിട്ട് ആ കുട്ടിയുടെ സമയം കളയല്ലേ, വലിയ ബിസിനസ്സുകാരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മറ്റ് രണ്ട് അമ്മമാരാണെങ്കിൽ അല്ല നമ്മുടെ മകനെ ശരിക്കും രക്ഷിച്ചത് ആ കമാൻഡർ അല്ലേ, എനിക്ക് അവരൊന്ന് കാണണമെന്നുണ്ടെന്ന് പറയുമ്പോൾ ശരി എനിക്കും കാണണം. ഈ രണ്ട് അമ്മമാരും കൂടി സംസാരിക്കുന്ന ടൈമിൽ എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചൂടായി പോകുന്ന അമ്മയാണ് കാണിക്കുന്നത്. അതായത് ഈ അമ്മയാണ് ഏജൻസിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മകനുമായിട്ട് എത്ര ക്ലോസ് ആയിട്ടാണ് കമാൻഡർ ഉണ്ടായിരുന്നതെന്ന് ഈ അമ്മയ്ക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ആ കാര്യം ആലോചിക്കാനേ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നീട് ഗോങ്യോങ്ങിനെയും ഈവിനെയും ഈ ഓക്സിജൻ തെറാപ്പിക്ക് വേണ്ടി കൊണ്ടുവരുന്നതും ഇവരിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് കാണുമ്പോൾ സ്പേസ് സ്റ്റേഷൻ പോലെ തോന്നുന്നില്ലേ, പക്ഷേ ഇവിടെ 15 മിനിറ്റാലേ നമുക്ക് ഇരിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഇവനോട് മിണ്ടാതിരിക്കുന്ന ഇവള് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവനാണെങ്കിലും മിണ്ടാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഓരോന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. താൻ ഓർക്കുന്നുണ്ടോ അവിടെ 9 ഓക്സിജൻ ടാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ 8 ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ 6 ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ തല്ലുകൂടിയിരുന്നു. എന്തായാലും മനുഷ്യന്മാർ എന്തുമാത്രം സെൽഫിഷ് ആണല്ലേ എന്നൊക്കെ പറയുന്നതും ഇവളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇന്ന് ചിരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് കങ്സു അങ്ങോട്ട് വരുന്നതും നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ അവളെ വിഷമിപ്പിച്ചത്, നിനക്ക് നിന്റെ ഫീലിങ്സ് മാത്രം മതി, അവളുടെ ഫീലിങ്സിനെ പറ്റി നീ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നടക്കാൻ പോലും കഴിയാത്ത കങ്സു കൈകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവൻ്റെ മുഖത്ത് കൊള്ളുന്നില്ല കേട്ടോ, അവർക്ക് പറ്റത്തില്ല. പക്ഷേ ഈ ഗോങ്യോ ഇങ്ങനെ താഴത്ത് വീഴുന്നത് കൊണ്ട് ഇവൻ്റെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഡൊണാലി ആണെങ്കിൽ ഇതൊരു ഹോസ്പിറ്റലാണ്, ഇതെന്താ ഗുണ്ടസംഖ്യതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റുന്നതും ഈവിനെ നോക്കിയിട്ട് തനിക്കൊന്ന് പിടിച്ചു മാറ്റായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതവൻ ആവശ്യമായിരുന്നു എന്നാണ് ഇവ പറയുന്നത്. അപ്പോൾ ഗോങ്യോങ് ആണെങ്കിലോ ശരി എനിക്കത് ആവശ്യമായിരുന്നു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഡൊണാലി ആണെങ്കിൽ ശരിക്കും നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ, ആ സ്പേസ് സ്റ്റേഷനിൽ ഇങ്ങനെ സർവൈവ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ തല്ലുകൂടി ചാവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഡൊണാലി അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ കുറച്ചുകൂടി പോയല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതും അപ്പോൾ ഈവും ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നീട് ചീഫ് ആണെങ്കിൽ IUയിലത്തെ ആളോട് സംസാരിക്കുന്ന ടൈമിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഉടനെ തന്നെ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നുണ്ട്. അല്ല ആ ടൂറിസ്റ്റ് എങ്ങനെയാണ് ഒബ്സർവേഷൻ മൊഡ്യൂളിൽ പെട്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ ചീഫ് ആണെങ്കിൽ ആളുടെ പേഴ്സണൽ ലഗേജസ് ഒക്കെ എടുക്കാൻ വന്നു, അങ്ങനെ ഐസൊലേറ്റഡ് ആയി പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് അത്ര വിശ്വാസമില്ല എന്ന് പറയുന്ന ചീഫ് ആണെങ്കിൽ അതായത് എന്തായാലും ഇവരുടെ ഈ പേഴ്സണൽ ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ഫോൺ അതൊക്കെ ചെക്ക് ചെയ്യുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാര്യമായിട്ട് നോക്കണം എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ആ സ്പേസ് സ്റ്റേഷനിൽ ഇവൻ്റെ ഫോൺ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണിക്കുന്നുണ്ട്. നേരത്തെ ഒരു സീനിൽ കാണിച്ചിരുന്നു, അതായത് ഇവർ വീഡിയോ ക്യാമിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ടൈമിൽ ഇവൻ എല്ലാ സത്യങ്ങളും ടൈപ്പ് ചെയ്ത് ഇവൾക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ഒരു ഷേക്കിംഗ് ഉണ്ടാകുമ്പോൾ ഈ ഫോൺ തെറിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഇവനത് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് ചെയ്തത്. ആ ഫോണിൽ ഇവൻ ടൈപ്പ് ചെയ്തത് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ ബാറ്ററി കഴിയുന്നൊരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഫുഡ് കൊണ്ടുവരുന്ന ലേഡിയോട് ഈവ് ചോദിക്കുന്നുണ്ട് അതെ ആ ഭാഗത്ത് കാണുന്നത് എന്താണ്. അപ്പോൾ ഈ ലേഡി ആണെങ്കിൽ അത് കൺവീനിയൻറ്റ് സ്റ്റോർ ആണെന്ന് പറയുന്നതും ഇവളിങ്ങനെ ചോദിക്കാൻ കാരണം ഇവൻ നേരത്തെ ഒരു നോട്ട് പാഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നമുക്ക് നല്ലൊരു സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. അങ്ങനെയാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് എമർജൻസിയാണെന്ന് പറഞ്ഞ് അലാം അങ്ങനെ മുഴങ്ങുന്നുണ്ട്. ആ ടൈമിൽ സെങ്ജുനും സാൻഡിയും എല്ലാവരും ഈവിനായിരിക്കുമോ ഗോങ്യോങ്ങിനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ എമർജൻസി പേഷ്യൻറ്റ് മറ്റാരും ആയിരിക്കില്ല, മിനാലി ആയിരിക്കും. ഇവളാണെങ്കിൽ ടെൻഷൻ അടിക്കുന്നതും അങ്ങോട്ട് ഡോക്ടേഴ്സൊക്കെ ഓടിയെത്തുന്നുണ്ട്. ഇവളുടെ കയ്യിൽ ആ സോക്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ലോട്ടറി ടിക്കറ്റ് തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പറ്റിയ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഡൊണാലിയോട് അല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ അതിനേക്കാൾ സങ്കടവും ടെൻഷനൊക്കെ ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൺട്രോൾ റൂമിലുള്ള സ്പെക്സുകാരനാണെങ്കിൽ എന്തോ ഒന്ന് പെൻഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന സ്പെക്സുകാരിയാണെങ്കിൽ ഇന്ന് പാർക്കിൻ്റെ ബർത്ത്ഡേ അല്ലേ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു ആർക്കും ഓർമ്മയില്ല, നമുക്ക് എന്തായാലും പാർട്ടി കൊടുക്കാലെന്ന് പറഞ്ഞ് കേക്കുമായിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇതേ ടൈമിൽ മിനാലിയും ഡൊണാലിയും ആണെങ്കിൽ ലോട്ടറിയുടെ കാര്യം സെങ്ജുനെയും സാൻഡിയെയും അറിയിക്കുന്നുണ്ട്. ഇവരിത് ഒറ്റയ്ക്ക് എടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന സെങ്ജുനാണെങ്കിൽ എന്നാലും ഇവൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ടൈമിലാണ് ഈ സ്പെക്സുകാരൻ അങ്ങോട്ട് വരുന്നത്. ഇതെന്താ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ
ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പാർക്കിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കേണ്ടേ, ഒരു കാര്യം ചെയ്യാം ടൂറിസ്റ്റിനെയും വിളിക്കാമെന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന കങ്സു. എന്താ ഇവിടെ എല്ലാവരും കൂടി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ആഹാ അങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു, എന്നാൽ പിന്നെ ഇനി എല്ലാവർക്കും കൂടിയിട്ട് ഈവിൻ്റെ റൂമിലേക്ക് പോയാലോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അങ്ങനെ ഈവിൻ്റെ റൂമിലേക്ക് കേക്കായിട്ട് വരുന്ന ടൈമിൽ അവിടെ ഓൾറെഡി പാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ടൈമിൽ സ്പെക്സുകാരനാണെങ്കിൽ നേരത്തെ ഒരു പെൻ ഡ്രൈവ് എടുക്കുന്നത് കാണിച്ചല്ലോ, അത് ടി വിയിൽ കണക്ട് ചെയ്യുന്നതും ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ഈവിനോട് ഇതെന്തായാലും കമാൻഡർ കാണണം കണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നതും, അതായത് നേരത്തെ പാർക്ക് ഈ മാറുവിൽ പോയിട്ട് ഈ മറ്റേ ഡമ്മി പീസസ് ഒക്കെ റെഡിയാണോ ചെക്ക് ചെയ്യണതൊക്കെ ഒരു സീൻ കാണിച്ചിരുന്നല്ലോ, അതൊക്കെ ഇവൻ മാറുവിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാർക്കാണെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതും അതിനുശേഷം ഇവൻ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് അങ്ങോട്ട് വരാൻ, പക്ഷേ അതിനേക്കാൾ പേടിച്ചിട്ടായിരിക്കും നീ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് നിന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇരുന്ന് എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ കരയുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കാണുന്ന ഈ സ്പെക്സുകാരൻ റെക്കോർഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്ന ഈവ് കരയുന്നതും അങ്ങോട്ട് വരുന്ന ഗോങ്യോങ്ങിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവൻ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. പാർക്കാണെങ്കിലും മതി വന്നത് തന്നെ വലിയ ഉപകാരം, ഇത് ഓഫ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഗോങ്യോങ് ആണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്നും പുറത്തിറങ്ങുന്നതും റൂമിലെത്തുന്ന ടൈമിൽ അവിടെ ഡോക്ടർമാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ ഇനി അമ്മയാവുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അല്ല ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന മായയോട് ഇപ്പോൾ ഒരു ടഫ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ പറയുന്നതും, അതായത് പാർക്കിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. കോമ്പറ്റീഷനോ എന്ത് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവൻ തന്നെ ഇങ്ങനെ പറയുകയാണ്, ഞാൻ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ, അവൻ നല്ല ഇമ്പ്രസീവാണ്, നല്ലൊരു ആളൊക്കെയാണെന്ന് പറയുന്നതും. ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ഇത്രയും ഇമ്പ്രസീവായിട്ടുള്ള കഴിവുള്ള ഒരാൾ നിങ്ങൾ മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗോങ്യോങ്ങിന് ചിരി വരുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കൂടി പോയില്ലേ എന്ന് ഇവൻ ചോദിക്കുന്നതും, കൂടി പോയാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറയുന്ന ഇവളോട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അത്രയ്ക്ക് നല്ലതാണോ, എനിക്കിങ്ങനെ ജലസി ഉണ്ട്, അതുപോലെ സെൽഫിഷാണ്, ഞാൻ അത്രയ്ക്കും വാല്യൂബിൾ ആയിട്ടുള്ള ഒരാളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഈ ചോയ് ഫാമിലിയിലുള്ളതല്ല, അതുകൊണ്ട് പറയട്ടെ ഇയാൾക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, നമുക്ക് വേണ്ടിയിട്ട് ആരോ എവിടെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, നമ്മുടെ റൈറ്റ് പാർട്ട്ണർ, ആൾ കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ മുന്നിലെത്തും, ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന മായയോട് അതിന് മാത്രം ഡിസേർവ്ഡ് ആണോ ഞാനെന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ പിന്നല്ലാതെ അതുമാത്രമല്ല നിങ്ങൾക്ക് പറ്റിയ ഒരാൾ ഉടനെ തന്നെ നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കും, അതൊക്കെ അങ്ങ് നടക്കും മാഷെന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ചിരി വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈവാണെങ്കിൽ ഇവൻ കുറേ നോട്ട് പാഡ് ഇങ്ങനെ എഴുതി ഇവൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ, നമുക്ക് മൂവിക്ക് പോയാലോ ഫുഡ് കഴിക്കാൻ പോയാലോ അതൊക്കെ നോക്കിയിട്ട് ചിരിക്കുന്ന ഈവനെയാണ് കാണിക്കുന്നത്. പിന്നീട് ഇവളിങ്ങനെ സങ്കല്പിക്കുകയാണ്, അതായത് ഇവർ ഒരുമിച്ച് മൂവിക്ക് പോകുന്നതും ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ച് ഡേറ്റിങ്ങിന് പോകുന്നതും അതുപോലെ ഇവർ ഫുഡ് കഴിക്കുന്നതും, പിന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും പുതിയ ഹെയർ കട്ടൊക്കെ ട്രൈ ചെയ്യണമെന്ന്, അങ്ങനത്തെ ഒരു സീനൊക്കെ ഇവൾ സങ്കല്പിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഗോങ്യോങ്ങിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ഇവൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, ഇതെന്താ ഡിന്നർ കഴിക്കാൻ ഗോങ്യോങ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് വിശന്നില്ല എന്ന് പറയുന്നതും ഗോങ്യോങ്ങെ ടൂറിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ഈവാണെങ്കിൽ അല്ല നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ഗോങ്യോങ്ങിന് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും ഈ വീൽ ചെയറിൽ തൊട്ടടുത്ത് തന്നെയായിരിക്കും കൺവീനിയൻറ്റ് സ്റ്റോർ, അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ട്രാഫിക് ലൈനൊക്കെ ക്രോസ് ചെയ്ത് ഇവർ നല്ല ഹാപ്പി ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നീട് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള ന്യൂഡിൽസ് വാങ്ങിയിട്ടാണ് കഴിക്കുന്നത്. ഗോങ്യോങ് ആണെങ്കിൽ എന്തായാലും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സന്തോഷിക്കുന്നതും. പിന്നീട് ഇവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് കഴിയുന്ന ടൈമിൽ ഈവാണെങ്കിൽ ആ ബോംബ് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ഇവളാണെങ്കിലോ ഗോങ്യോങ്ങെ ഒന്നും നടക്കാത്ത പോലെ നമുക്കിനി അഭിനയിക്കാമെന്ന് പറയുമ്പോൾ എന്തെന്ന് ചോദിക്കുന്ന ഗോങ്യോങ്ങിനോട് ഞാൻ പറഞ്ഞത് ആ സെക്സിനെ പറ്റിയാണെന്ന് ഇവൾ പറയുന്നതും ഇവനൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇവളാണെങ്കിലോ സ്പേസ് സ്റ്റേഷനിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, കുറച്ച് ദിവസം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് അയാളുടെ ലൈഫ് രക്ഷിക്കുന്നു. അതുമാത്രമല്ല അയാളായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അയാൾ ഇങ്ങോട്ട് വന്നത് ഹ്യൂമൻസിൻ്റെ എംബ്രിയോ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ദേഷ്യം തോന്നുന്നില്ല. ഇങ്ങനെയൊന്നുമല്ല ഞാൻ, ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതൊരു നല്ല സ്വപ്നമായിട്ട് തന്നെ ഇരുന്നോട്ടെ, ഇപ്പോൾ ആ സ്വപ്നത്തിൽ നിന്ന് ഞാൻ എണീറ്റു, താനും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഇവളോട് ശരിക്കുള്ള ഈവ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിവൻ ചോദിക്കുന്നതും ഇവളാണെങ്കിലോ അറിയാലോ പാർക്ക് അവൻ്റെ ലൈഫ് ഇത്രയും റിസ്കിലെടുത്തിട്ടാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നത്, അത് വെറും ഒരു വാക്കിൽ പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ല,
കാര്യമല്ല, അതിനൊക്കെ ശരിക്കും ഭാഗ്യം വേണം. അതുപോലെ ഗോന തന്നെ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. 10 ദിവസം, വെറും 10 ദിവസമാണ് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ആ ഒരു ചെറിയ ടൈം ഗ്യാപ്പിലെ കാര്യം വിചാരിച്ച് നമ്മളെല്ലാം അനലൈസ് ചെയ്യരുതെന്നൊക്കെ പറയുന്ന ഈവാണെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും സ്പേസിലേക്ക് പോവുകയാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ പറ്റിയിട്ടൊന്നും ഞാൻ ആലോചിക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ നീ ഇപ്പോൾ നിന്നെ തന്നെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ ഫീലിങ്സിനോടാണ് നുണ പറയുന്നത്, എന്തിന്, ആർക്ക് വേണ്ടി എന്നൊക്കെ ഗോങ്യോങ് ചോദിക്കുന്ന ടൈമിലൊന്ന് സൈലന്റ് ആകുന്ന ഈവാണെങ്കിൽ താൻ നേരത്തെ ചോദിച്ചിരുന്നുവല്ലോ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എൻ്റെ പ്ലാൻ എന്ന്. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും കട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ എന്ന് ഇവൾ പറയുന്നതും ഇത് കേൾക്കുന്ന ഗോങ്യോങ്ങിന് നല്ല വിഷമം വരുന്നുണ്ടെന്ന് ഇവനെ കണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാകട്ടെ. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുന്നതും ഇവരുടെ എംറ്റി ആയിട്ടുള്ള ന്യൂഡിൽസിൻ്റെ കപ്പ് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് അവസാനിക്കുന്ന ടൈമിൽ നമുക്ക് ഗോവിനോട് ചെറിയൊരു സിമ്പതി തോന്നുമല്ലേ, കാരണം ഓൾറെഡി ഒരു ചീറ്റിങ് നേരിട്ട പെൺകുട്ടി പിന്നീട് ഗോങ്യോങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഴിയാവുന്നൊരു ചെറിയ ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ ഗോവിനോടെ കൂടെ കൂടിയിട്ട് അവസാനം ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ ശരിക്കും ഹേർട്ട് ആകുന്നുണ്ട്. ഇവൻ ഓൾറെഡി തന്നെ തീരുമാനിച്ചതാണ്, അതായത് ഈവിനെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു മാരേജ് ഒന്നും നടക്കത്തില്ല എന്ന്. പക്ഷേ അത് ഗോവിനിക്ക് നന്നായിട്ട് ഹേർട്ട് ആകുന്നുണ്ട്. ഇവളുടെ കേസ് എടുക്കുകയാണെങ്കിലോ ഈവ് ഓൾറെഡി പാർക്കായിട്ട് റിലേഷൻഷിപ്പിലുണ്ട്, അതുകൊണ്ട് തന്നെ ഗോങ്യോങ്ങിൻ്റെ ഫീലിങ്സ് ഒന്നും ആദ്യം കാണുന്നില്ല. എന്നാൽ തൻ്റെ പാർട്ട്ണർ തന്നെ പറ്റിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഗോങ്യോങ് ആയിട്ട് അടുക്കുന്നത്. എന്നാൽ തിരിച്ചെത്തുമ്പോൾ അതേ ബോയ് ഫ്രണ്ട് തന്നെ സോറി പറയുന്നു, കരയുന്നു, സ്വന്തം ലൈഫ് റിസ്ക് എടുത്ത് രക്ഷിക്കാൻ വരുന്നു. അപ്പോൾ പിന്നെ ആരാണെങ്കിലും ഒന്ന് ചിന്തിക്കുകയല്ലേ ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തൂടെ എന്ന്. അങ്ങനെ എന്താ പറയുക, എല്ലാ ഫീലിങ്സും കൂടിയിട്ട് ടോട്ടൽ മിക്സപ്പ് ആക്കിക്കൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്.